ആദ്യ സിനിമ ജയിലർ സിനിമയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. നമ്മുടെ രജനികാന്ത് അനിരുദ്ധ് കോമ്പോയിൽ വരുന്ന സിനിമയാണ്. നെൽസൺ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പടം ഈ വർഷം തന്നെയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിലാണ് സിനിമ നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല സിനിമയിൽ വമ്പൻ കേമിയ റോൾ തന്നെയാണ് ബോളിവുഡിൽ നിന്ന് ഇപ്രാവശ്യം വരുന്നത്. എന്തായാലും ഒരു 1000 കോടി തന്നെയാണ് ലക്ഷ്യം വെച്ച് പോകുന്നത് നമ്മുടെ കോളിവുഡ് ഇൻഡസ്ട്രിയിലെ ആദ്യം 1000 കോടി സിനിമ. അതെന്തായാലും നമ്മുടെ രജനികാന്തിന്റെ ജയിലർ 2 സിനിമയിൽ നടക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഹൈ ചാൻസ് തന്നെയാണ്. നമ്മുടെ SRK ആണ് സിനിമയിൽ കേമിയ റോൾ ചെയ്യാൻ പോകുന്നത്, അതും ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ. എന്തായാലും ഓൾമോസ്റ്റ് ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് ആയിരിക്കും. മാർച്ച് ആദ്യ വാരം ജയിലർ 2 സിനിമയിൽ നമ്മുടെ SRK ജോയിൻ ചെയ്യാൻ പോകുന്ന സെറ്റിലായിട്ട് കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു സിനിമയാണ് തലേവർ 173 എന്ന് പറഞ്ഞ സിനിമ. CB ചക്രവർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അനിരുദ്ധ് തന്നെയാണ് ഇപ്രാവശ്യവും സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. CB ചക്രവർത്തിന്റെ ലാസ്റ്റ് സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശിവകാർത്തികേയന്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമയാണ്. നല്ലൊരു മെസ്സേജ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ മിഡ് ആകുമ്പോഴേക്കും ഒരു 19 തീയതി ആകുമ്പോഴേക്കും സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവും. പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും സിനിമയുടെ ഷൂട്ട് അവസാനിക്കുന്ന പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമയുടെ ടീം. എന്തായാലും പടം അടുത്ത വർഷം പൊങ്കൽ പ്രമാണിച്ച് റിലീസ് ചെയ്യും. നമ്മുടെ മലയാളത്തിൽ നിന്ന് ആരോ സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ മമ്മൂക്കി ആവാൻ ചാൻസ് ഉണ്ട്, ലാലേട്ടനാവാനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു സിനിമയ്ക്കായിട്ട് നമ്മുടെ രജനികാന്തിന്റെ 173 സിനിമ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഫൺ എന്റർടൈനർ മാസ് ആക്ഷൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ ചെയ്യാം നമുക്ക്. മറ്റൊരു സിനിമയാണ് തലേവർ 174 എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ അനൗൺസ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ട്രെൻഡിങ് തന്നെയാണ്, മാസ് തന്നെയാണ് ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ. കാരണം സിനിമേന്റെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ റീയൂണിയൻ സിനിമ തന്നെയാണ്. അത് നമ്മുടെ കമൽ ഹാസനും അതുപോലെ തന്നെ നമ്മുടെ രജനികാന്തിന്റെയും ഈ ഒരു 46 വർഷത്തെ കംബാക്ക് അല്ലെങ്കിൽ റീയൂണിയൻ സിനിമ സംവിധാനം ചെയ്യാൻ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ ലോകേഷ് ആയിട്ടാണ്. പക്ഷെ ലോകേഷ് റീസെന്റ് ആയിട്ട് വന്ന സ്ക്രിപ്റ്റ് അത്ര ക്രിയേറ്റീവ് ഇഷ്യൂസ് കാരണം അത് ലാസ്റ്റ് റിജക്ട് ചെയ്തു നമ്മുടെ രജനികാന്തിന്റെ ടീം. പിന്നെ അത് മാത്രമല്ല കൂലി സിനിമ വലിയ രീതിയിലൊരു ഡിസാസ്റ്റർ ആയ സമയം കൂടി ആയിരുന്നു ആ ടൈം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുന്ദർസി വന്നു. സുന്ദർസിന്റെ സ്ക്രിപ്റ്റ് കൺവിൻസിങ് ആയി. പക്ഷെ പുള്ളിക്കാരന്റെ ആ ഒരു അനൗൺസ്മെന്റ് ഒന്നും വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. കാരണം പുള്ളിക്കാരന്റെ സിനിമ ടെംപ്ലേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഐറ്റം ഡാൻസ് അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പുള്ളിക്ക് പ്രഷർ കാരണം നല്ല ട്രോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ആയിട്ട്. സോ വലിയ രീതിയിൽ പുള്ളിക്കാരൻ സിനിമയിൽ നിന്ന് പിന്നെ ഡ്രോപ്പ് ആയി എന്ന് കേൾക്കാൻ സാധിച്ചു. പിന്നെ നമ്മുടെ നെൽസൺ സിനിമ എടുക്കുമെന്നൊരു അനൗൺസ്മെന്റ് പ്രൊമോ വീഡിയോയിൽ കൺഫേം ആയിരിക്കുകയാണ്. റെഡ് ജൈൻസ് ആണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അനിരുദ്ധാണ് ഈ ഒരു സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ജയിലർ, പിന്നെ തലേവർ 173, 174 ആണെങ്കിലും അനിരുദ്ധ് തന്നെയാണ് സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ നെൽസൺ സംവിധാനം. എന്തായാലും റെഡ് ജൈൻസ് ആണ് പ്രൊഡക്ഷൻ ഹൗസ്. എന്തായാലും പടത്തിന്റെ ഷൂട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിനിമ 2027 ലേറ്റ് ആകും സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ്. കാരണം നിലവിൽ നമ്മുടെ രജനികാന്ത് ആണെങ്കിലും കമൽഹാസൻ ആണെങ്കിലും നിലവിലുള്ള സിനിമകളുടെ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ആവണം. രജനികാന്ത് ആണെങ്കിൽ 173 സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആവണം. നമ്മുടെ കമൽഹാസനാണെങ്കിൽ കമൽഹാസന്റെ 237ാമത്തെ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആവണം. അങ്ങനെ രണ്ടുപേർക്കും രണ്ട് തിരക്കുണ്ട് സിനിമ കംപ്ലീറ്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ തിരക്ക് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ആവത്തില്ല, അല്ലെങ്കിൽ 174 എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ഓൺ ആവത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റിനായിട്ട്. അടുത്ത സിനിമ തലേവർ 175 തന്നെയാണ്. കേൾക്കാൻ സാധിക്കുന്ന രജനികാന്തിന്റെ അവസാനത്തെ സിനിമ എന്നാണ് തലേവർ 175 എന്ന് പറഞ്ഞ സിനിമ. പിന്നെ അത് മാത്രമല്ല സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ആൾ ഇതുവരെയായിട്ടും ഫൈനലൈസ് ആയിട്ടില്ല. എന്നാൽ പോലും കേൾക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റിൽ നമ്മുടെ രജനികാന്തിന്റെ ടീം അറ്റ്ലീനെ പോയി സമീപിച്ചു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 175 എന്ന സിനിമ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് ഫൈനലൈസ് ആയിട്ടില്ല. എന്നാലും സംസാരം നടക്കുന്നുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു തലപതി സിനിമ കണ്ട എഫക്റ്റ് ആയിരിക്കും. കാരണം റീസെന്റ് ആയിട്ട് വന്ന തെറി റീമേക്ക് സിനിമ നോക്കുകയാണെങ്കിൽ അത് പിന്നെ പോട്ടേന്ന് വെക്കാം. കാരണം അതൊരു തെറിന്റെ റീമേക്ക് പടമാണ്. അതുകൊണ്ട് തലപതിന്റെ ടെംപ്ലേറ്റ് വന്നാലും പോട്ടേന്ന് വെക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മുടെ ജവാൻ സിനിമ, SRK സിനിമ. അത് നോർത്തിൽ സിനിമ നല്ല പോലെ വാരി എടുത്തിട്ടുണ്ട്. കാരണം നോർത്തുകാരെ സിനിമ പറ്റിച്ചു. പക്ഷെ സൗത്തിൽ എന്നാലും സിനിമ കളക്ഷൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സൗത്തിലും കളക്ഷൻ ഉണ്ട്. എന്നാലും നോർത്തുകാരെ കണ്ണിൽ പൊടിയിട്ട് സിനിമ ഒരുപാട് കളക്ഷൻ വാരി എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1100 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. സിനിമ പുള്ളി നല്ലപോലെ സിനിമ ബോക്സ് ഓഫീസിൽ ബഡ്ജറ്റും അതിനനുസരിച്ചുള്ള കളക്ഷൻ വാരി കൊടുക്കുന്നുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറിന്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു തലപതി ടെംപ്ലേറ്റിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് വന്ന ജവാനൊക്കെ വൺ എക്സാമ്പിൾ ആണ്. ഇനി വരാൻ പോകുന്ന അല്ലു അർജുൻ സിനിമ എന്താവുമെന്ന് തമ്പുരാൻ അറിയാം. കാരണം അതൊക്കെ ഫാന്റസി പടാന്ന് പറയുന്നുണ്ട്. എന്തായാലും രജനികാന്ത് അറ്റ്ലി സിനിമ ഇതുവരെയായിട്ടും ഫൈനൽ ആയിട്ടില്ല. അതുമാത്രമല്ല അറ്റ്ലി മാത്രമല്ല സംസാരത്തിൽ കാണാൻ സാധിക്കും. റൂമേഴ്സ് ആയിട്ട് രജനികാന്ത് കാർത്തിക് സുബ്രാജ് സിനിമയുടെ ടോക്ക് നടക്കുന്നുണ്ട് വിത്ത് അനിരുദ്ധ് മ്യൂസിക്. അതെങ്ങാനും സത്യമാണെങ്കിൽ ഒരു മാരക ഫാൻ ബോയ് ഐറ്റം തന്നെയായിരിക്കും ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് 175. പിന്നെ ശങ്കർ സാറായിട്ട് സിനിമ വരുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ എ റഹ്മാൻ മ്യൂസിക്കില്.
അത് വരുവാണെങ്കിലും അത് തകർക്കും. കാരണം അദ്ദേഹത്തിന്റെ രജനീകാന്ത് സിനിമകളിൽ പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് വന്ന ഇന്ത്യൻ ടൂവും പിന്നെ ഗെയിം ചേഞ്ചർ ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ വരികയാണെങ്കിൽ പുള്ളി അവിടെ തന്നെ നിന്നാൽ മതി, വരണം എന്ന് ഒരു താല്പര്യമില്ല. പിന്നെ കേൾക്കാൻ സാധിക്കുന്ന റൂമേഴ്സ് ആണെങ്കിൽ നമ്മുടെ പ്രശാന്ത് നീല് രവി ബസൂർ കൊളാബറേഷൻ രജനീകാന്ത് സിനിമ എന്നാണ്. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അതൊരു ഫാൻ ബോയ് സിനിമ ആവാൻ ചാൻസ് കുറവാണ്. എന്നാൽ പോലും അതൊരു മാരക സിനിമയാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം പ്രശാന്ത് നീൽ അതിനനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ ഏത് ഡയറക്ടറായിട്ട് രജനീകാന്തിന്റെ അവസാനത്തെ സിനിമ വരണമെന്നാണ് താല്പര്യം കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുക. എന്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ കാർത്തിക് സുബ്രാജ് വരണമെന്നാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് സിനിമ വാർത്തകൾക്കിടയിൽ. പക്ഷേ ആദ്യം കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ.